അങ്ങനെ മാസ് റീ എൻട്രിയുമായി സിജോ ബിഗ് ബോസ് വീടിനകത്തേക്ക് തിരിച്ചു കയറിയിരിക്കുകയാണ്. കൂടെ നമ്മുടെ സിബിനും കൂടെ ഉണ്ടോ? അതായത് സിജോ കയറുമ്പോ സിബിനും കൂടെ സിജോന്റെ കൂടെ കയറുന്നുണ്ടോ? അപ്പൊ അതേക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പൊ വീഡിയോ ചെയ്തിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു വേണ്ട. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ പ്രോമോനെ കുറിച്ച് സംസാരിക്കാം. ഇന്ന് പുതിയ ലേറ്റസ്റ്റ് ഒരു പ്രോമോ വന്നിട്ടുണ്ട്. പ്രോമോക്കകത്ത് ഒരു വൈൽഡ് കാർഡ് വരുന്ന പോലെ സോങ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ സിജോന്റെ റീ എൻട്രി. അത് വേറെ ആരുമല്ല, സിജോ തന്നെയാണ്. എന്തായാലും നമ്മുടെ വീട്ടിനകത്തെ ആൾക്കാർക്കൊന്നും വലിയ നിശ്ചയം ഉണ്ടായിരിക്കില്ല, കാരണം അത് സിജോ ആണല്ലോ. കാരണം കുറെ ദിവസമായല്ലോ സിജോ പോയിട്ട്. അപ്പൊ അവരൊക്കെ വിചാരിച്ചിരിക്കുക എന്തായാലും സിജോ ഇനി വരുന്നില്ല എന്നായിരിക്കും. അപ്പൊ വേറെ ആരെങ്കിലും വൈൽഡ് കാർഡ് ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ എന്തായാലും അത് സിജോ നമ്മുടെ വീട്ടിനകത്ത് കയറി. ഇന്നാണ് എന്തായാലും കയറിയത്. നാളെ നമുക്ക് ലൈനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആരാണ് സിബിൻ തിരിച്ചു കയറുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്തായാലും നാളെ, അതായത് ഇന്ന് എന്തായാലും കയറിയിട്ടില്ല വീട്ടിനകത്ത്. പക്ഷെ സിബിൻ എന്തായാലും തിരിച്ച് വീട്ടിനകത്ത് കയറും. 2 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച ആയിരിക്കും, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ, അതായത് ഇനി വീക്കെൻഡ് ചിലപ്പം ലാലേട്ടന്റെ എപ്പിസോഡിൽ കയറുമായിരിക്കും. ചിലപ്പോൾ അതിന് മുന്നേ കയറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതെല്ലാം നമ്മൾ ഡിപ്പെൻഡ്സ് അപ്പോൾ സിബിന്റെ ഒരു മെന്റൽ ഒരു സ്റ്റേജ് എങ്ങനെയാണ്, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വരികയാണെങ്കിൽ മാത്രമായിരിക്കും കയറ്റുന്നത്. കാരണം നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അസുഖം പോലെ തന്നെയാണ്. നമുക്ക് മെന്റലി ആള് സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ബിഗ് ബോസിന് അത് നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ന് നമ്മുടെ സിബിൻ ഓക്കെ ആവുന്നോ അന്ന് എന്തായാലും സിബിൻ തിരിച്ചു വീടിനകത്ത് കയറുന്നത് തന്നെയാണ് ഒരു 100% എന്റെ ഒരു വിശ്വാസം. എന്തായാലും സിബിൻ തിരിച്ചു കയറും തന്നെയാണ്. നാളെ, അതായത് ഇന്ന് എന്തായാലും കയറിയിട്ടില്ല, സിജോന്റെ ഒപ്പം കയറിയിട്ടില്ല. നാളെ, അതായത് ഇന്ന് കയറിയത് സിജോ മാത്രമാണ്. അപ്പൊ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഞെട്ടലായിരിക്കും സിബിനല്ല സിജോ വീട്ടിനകത്ത് കയറിയത് കൊണ്ട്. കാരണം ആരും പ്രതീക്ഷിച്ചിട്ടില്ല സിജോ വീട്ടിനകത്ത് കയറുന്നുള്ളത്. കാരണം കുറെ നാളായല്ലോ, നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു പോളിസി പ്രകാരം എന്താണ് 2 ആഴ്ചയിൽ കൂടുതൽ ഒരാള് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറാൻ പറ്റത്തില്ല. അതെന്ന് വെച്ചാൽ അവർക്ക് പുറത്ത് ഓൾറെഡി എല്ലാ കാര്യങ്ങളും മനസ്സിലായി, അങ്ങനെ പോളിസി പ്രകാരം കയറാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. കാരണം ബിഗ് ബോസിന്റെയോ സിജോന്റെയോ തെറ്റ് കാരണമല്ല സിജോ പുറത്തു പോയത്. ബിഗ് ബോസ് അതെന്ന് വെച്ചിട്ടുണ്ടായ ഒരു ഇൻസിഡന്റ് കാരണമാണല്ലോ സിജോ പോയത്. അപ്പൊ അതിന് എന്തായാലും നമ്മുടെ ബിഗ് ബോസിന് വലിയൊരു പങ്കുണ്ട്. അപ്പൊ സിജോനെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ബിഗ് ബോസിന്റെ ഒരു കടമ തന്നെയാണ്. അതെന്തായാലും നമ്മുടെ ബിഗ് ബോസ് നികത്തിയിട്ടുണ്ട്. സിജോനെ തിരിച്ചു കൊണ്ടുവന്നു. ഇനി സിജോന്റെ ഗെയിം പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. സിജോ ഇനി എങ്ങനെയായിരിക്കും കളിക്കാൻ പോകുന്നത്, ഇനി സിജോ എങ്ങനെ കളിച്ചാലും, ഇനി നന്നായി കളിച്ചാലും, അതോ ഇനി അതല്ല മിക്കവാറും നന്നായിട്ടായിരിക്കും കളിക്കുന്നത്, അല്ലെങ്കിലും എന്തായാലും സിജോ കേറി എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു, സിജോനെ തിരിച്ചു കൊണ്ടുവരണം. കാരണം നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ എന്ത് പ്രോമോ ആണെങ്കിലും അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് ആണെങ്കിലും എന്തൊരു പ്രോമോ വന്നാലും എന്തൊരു വീഡിയോ വന്നാലും എല്ലാവരും ചോദിക്കുന്ന ഒരു കമന്റ് ആണ് സിജോ എന്ന് വരും. കുറെ നാളുകൊണ്ട് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് സിജോന്റെ റീ എൻട്രി എന്നാണ്, സിജോന്റെ റീ എൻട്രി ആണ്. അപ്പൊ അതിനൊരു വിരാമമായി സിജോ എന്തായാലും വീടിനകത്ത് കയറി. ഇനി സിജോന്റെ ഗെയിം എന്താന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാം. എന്തായാലും സിജോ നന്നായിട്ട് തന്നെ പ്ലേ ചെയ്യുന്ന നമുക്ക് വിചാരിക്കാം. കാരണം സിജോ നന്നായിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു കപ്പ് എടുക്കാനുള്ള ഒരു യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ്. നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ഒരു കാലിബർ എന്തായാലും നമ്മുടെ സിജോനുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിജോ കളിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ആൾക്കാർ കൂടെ ഓപ്പോസിറ്റിൽ നിന്ന് അവരും ശരിക്കും ഗെയിമിലോട്ട് വരും. അതായത് സിജോ കളിക്കാതെ ഇങ്ങനെ നോക്കി രണ്ടാഴ്ച ഒരാഴ്ച നോക്കാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവരും കളിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾക്ക് ഗെയിം ഒന്നും കാണാനുണ്ടാവില്ല എന്തായാലും ഈ വീക്ക്. കാരണം ഓൾറെഡി നമ്മുടെ പൂജ്യം സിബിൻ ഇപ്പൊ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗെയിം ആകെ ചത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പൊ സിജു നന്നായിട്ട് കളിച്ചാൽ തന്നെയാണ് ഒരു ഗെയിം ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പൂജയുടെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, പൂജ ഇനി തിരിച്ചു വരുമോ അല്ലെങ്കിൽ പൂജ ഓക്കെ ആണോ എന്നൊക്കെ. പൂജ ഓക്കെ ആയി, അതായത് മെന്റലി ഓക്കെ ആയി എന്നാണ് അറിയാൻ സാധിച്ചത്. ഫിസിക്കലി പക്ഷെ കുറച്ചും കൂടി ഒക്കെ ശരിയാവാനുണ്ട്. പക്ഷെ പൂജ തിരിച്ചു വരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം മാത്രമാണ്. കാരണം ഉറപ്പില്ല തിരിച്ചു വരും എന്നുള്ളത്. കാരണം നമ്മുടെ പൂജന്റെ ഡിസ്കിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്നായിട്ടുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം തിരിച്ചു വരും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം തിരിച്ചു വരുമോ ഇല്ല എന്നുള്ളതെല്ലാം. എന്തായാലും സിജോ ഇപ്പൊ എന്തായാലും വീടിനകത്ത് കയറി. ഇനിയിപ്പം സിബിൻ എന്തായാലും ഈ ഒരാഴ്ച ഈ വീക്കെൻഡിലും എന്തായാലും തിരിച്ചു കയറും തന്നെ ഉറപ്പിക്കാം. ഇനിയിപ്പോ ഇവർ രണ്ടുപേരുന്നുള്ള ഗെയിം ഇപ്പൊ സിജോ വന്നാലും സിബിനും കൂടെയുള്ള ഒരു ഗെയിമും ഒരു പ്രത്യേകതര ഗെയിം തന്നെയായിരിക്കും നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ബിഗ് ബോസ് കുറച്ചുകൂടെ നന്നായിട്ട് മാറും അല്ലെങ്കിൽ നല്ല ഗെയിമിലോട്ടൊക്കെ എത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ, പുതിയ പ്രോമോ എന്തെങ്കിലും വരികയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വരാം. ബൈ.